ഹലോ, അപ്പം നമുക്കിന്നൊരു പിഗ്ഗി ബാങ്ക് ഉണ്ടാക്കിയാലോ. ഇപ്പോൾ ഇൻസ്റ്റ അല്ലെങ്കിൽ യൂട്യൂബ് എവിടെ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയേൻ്റെ ഏതെങ്കിലും ഒരു മുക്കിലോ മൂലയിലോ എന്താണ് ഈ പിഗ്ഗി ബാങ്ക് ഓടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇത്രയും വൈറലായിട്ടുള്ളൊരു സംഭവം, ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നടക്കുന്ന സംഭവമാണ് എന്ത് പിഗ്ഗി ബാങ്ക് കേട്ടോ. അപ്പോൾ നമുക്കിത് വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാം എന്നതാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ ആദ്യം വേണ്ടത് എന്താണ്, ഇതുപോലത്തെ ഒരു ബോക്സ് എടുക്കുക. ഇതിൻ്റെ ബോക്സിൻ്റെ വലിപ്പം മാനിച്ച് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ നിന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സംഖ്യയും കുറച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 10,000 രൂപ അത്രയും ഞാനിതിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. വേറെ ഒരു ഇതിൻ്റെ മോനക്കാണ്. അപ്പോൾ അവൻ്റെ ഒരു ചെറിയൊരു സംഭവം അതിന് വേണ്ടിയിട്ട് സെറ്റാക്കിയതാണ് ഈ പിഗ്ഗി ബാങ്ക്. അപ്പോൾ ഞാൻ ഏകദേശം നോക്കിയപ്പോഴേ അതിൽ കണ്ടതാണ് ഇങ്ങനൊരു റൗണ്ടിലൊരു മാർക്കും അതുപോലെ ഈ റെക്റ്റാങ്കിളിലൊരു മാർക്കും കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ വെട്ടിയെടുക്കുക. ദെൻ എൻ്റെ ബോക്സ് 4 ഭാഗവും കറക്റ്റായിട്ടുള്ള ബോക്സ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഹോൾസ് ആക്കി കൊടുത്താൽ മതി. എൻ്റെ ഇതിൻ്റെ ഒരു ഭാഗം ഫുൾ ഓപ്പൺ ആയതുകൊണ്ട് ഞാൻ തൽക്കാലം അത് മറക്കാനുള്ള ഒട്ടിച്ചെടുത്തിടുക. അതാണ് ഇപ്പോൾ ഈ സ്റ്റെപ്പാണ് ആ സ്റ്റെപ്പ് കേട്ടോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, നല്ലതുപോലെ കവർ ചെയ്തെടുക്കുക കേട്ടോ. നല്ലൊരു പേപ്പറോ അതല്ല ഗിഫ്റ്റ് പോയ പേപ്പറോ നിങ്ങളുടെ കയ്യിൽ എന്താണോ നല്ല അടിപൊളിയായിട്ടുള്ളത് അത് പേപ്പർ വെച്ചിട്ട് ഇതുപോലെ നല്ലോണം എന്ത് ചെയ്യുക, പൊതിഞ്ഞും കൂടി കൊടുത്താൽ നമ്മൾ പിഗ്ഗി ബാങ്കിൻ്റെ പണി ഫുള്ള് കഴിഞ്ഞു. പിന്നെ നമ്മളുടെ ഡെക്കറേഷൻ പണികളാണ്. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച്. ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ, അവരുടെ ക്യാരക്ടർ അവർക്ക് ഇഷ്ടപ്പെട്ടത് എന്താണോ, ഗേൾസ് ആണെങ്കിൽ എന്താണോ അത് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ വെച്ചിരുന്നത് ഞാൻ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ പിഗ്ഗി ബാങ്കിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾക്ക് ഫുൾ കസ്റ്റമൈസ്, നമ്മളെ ഫോട്ടോ, നമ്മുടെ പേര് എന്താണോ അതൊരു ഭാഗത്തും മറ്റേ ഭാഗത്തും നമ്മളുടെ എത്ര രൂപയാണ് ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ 10,000 രൂപ, വേറെ ഒന്നും കണ്ടല്ല, നമ്മുടെ ബോക്സിനെ മാനിച്ച് നമ്മൾ 10,000 രൂപയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നമ്പർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എത്ര രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിങ്ങനെ വെട്ടിക്കളഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഞാനിപ്പോൾ ഈ റൗണ്ടിലൂടെ നമ്മൾ ക്യാഷും അതായത് നമ്മുടെ നോട്ടും പിന്നെ ആ മറ്റേ റെക്റ്റാങ്കിളിലൂടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കോയിൻസുമാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ ഒരു സംഭവം എനിക്ക് ഓർമ്മ വന്നത്, പണ്ട് നമ്മുടെ വീട്ടിൽ എൻ്റെ 2 ഏട്ടന്മാർക്ക് ഉണ്ടായിരുന്നു ഒരു മണ്ണിൻ്റെ ഒരു കുടം എന്നൊക്കെ പറയട്ടെ, നമ്മളിവിടെ തൊണ്ട് എന്ന് പറയാം. തൊണ്ട് ചില വീട്ടിൽ, ചില നാട്ടിൽ കുയിപ്പ എന്താണ് സംഭവം എനിക്ക് അറിഞ്ഞൂടാ. ചില നാട്ടിൽ തൊണ്ട്, അങ്ങനെ എന്തായാലും പലതുണ്ട്, പല പേരും പറയും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് ഒരു നൊസ്റ്റുമാണ് കേട്ടോ. ക്യാഷ് ഇട്ടിട്ട് അത് എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് പണ്ട് ആ ചട്ടിയിൽ നിന്ന് മണ്ണിൻ്റെ ചേർന്നു കേട്ടോ, അതുകൊണ്ട് അതിൽ നിന്ന് ക്യാഷ് എടുത്തത് ഓർമ്മ വന്നത്. എങ്ങനെയുണ്ട്?